ഗീതാമൃതം. അങ്ങനെ എല്ലാവിധ സംശയങ്ങളാൽ ഉദ്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നും ആരുടെ മനസ്സാണ് ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്, അവരെപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സുഖം പുറത്തോട്ടാണെങ്കിൽ നമുക്കൊരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തോന്നില്ല. നമ്മളെപ്പോഴും സ്വാർത്ഥതയിൽ തന്നെ ജീവിക്കും. പക്ഷെ നമ്മുടെ സുഖം അകത്തോട്ടാണെങ്കിൽ എന്താവും? മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് മാത്രമേ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകാൻ കഴിയൂ. അവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കൂ. അന്നേരം നമ്മൾ സുഖം എങ്ങോട്ടാ? അകത്തോട്ടായിരിക്കണം, പുറത്തോട്ടാവരുത്. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരായി പോകും. കാമക്രോധ വിമുക്താനാം, അങ്ങനെ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മുക്തരായ വ്യക്തി, യതിനാം യതി ചേതസാം, അങ്ങനെയുള്ള സാധുജനങ്ങൾ, യഥചേതസാം, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, അഭിതോ ബ്രഹ്മ നിർവാണം, അവർ തീർച്ചയായിട്ടും ആ പരമോന്നതമായ മോക്ഷത്തിലേക്ക് എത്തുകയും, വർദ്ധതേ വിദിതാത്മനാം. ഇവിടെ പറയുന്നു, ക്രോധത്തിൽ നിന്നും ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായിട്ട് ആത്മസാക്ഷാത്കാരത്തിൽ, ആത്മനിയന്ത്രണത്തിലൂടെ എപ്പോഴും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് എത്തും. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നു, നമ്മുടെ എല്ലാവിധ ഇന്ദ്രിയ വിഷയങ്ങളെയും കുറിച്ചുള്ള താല്പര്യങ്ങളും മാറ്റി, നമ്മുടെ കണ്ണുകളെയും മനോഭാവത്തെയൊക്കെ മാറ്റി, നമ്മുടെ കണ്ണിനെ, ഈ ലക്ഷ്യത്തെ, ഈ പുരികത്തിൻ്റെ ഇടയിൽ നിയന്ത്രിച്ചുകൊണ്ട്, എല്ലാവിധ അകത്തോട്ടുള്ള ശ്വാസത്തെയും പുറത്തോട്ടുള്ള ശ്വാസത്തെയും നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, അതീന്ദ്രിയവാദി മോക്ഷത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, എല്ലാവിധ ആഗ്രഹത്തിൽ നിന്നും, എല്ലാവിധ ഭയത്തിൽ നിന്നും, ക്രോധത്തിൽ നിന്നും മുക്തനായിട്ട് ആ ഒരു സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അന്നേരം ഇവിടെ വീണ്ടും അർജുന സംശയം വരും അടുത്ത അധ്യായത്തിൽ. കാരണം ഇവിടെ ധ്യാനിക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴും യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഭഗവാൻ ആ പറഞ്ഞ് ഫ്ലോയിൽ ഭഗവാൻ അങ്ങ് പറയും, എന്താണ്? എല്ലാവിധ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച്, നിന്റെ കണ്ണ് ഇന്ദ്രിയങ്ങളെല്ലാം അടച്ചു വെച്ചിട്ട് ബോധത്തെ ഇവിടെ ഫോക്കസ് ചെയ്യുക. കാരണം നമ്മുടെ മനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ആജ്ഞാചക്രം ഇരിക്കുന്ന ഇവിടെയാണ്. മനസ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടാൻ പറ്റും ഇവിടെ. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മീയ അവബോധത്തിന് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടുന്നു. അന്നേരം വീണ്ടും അർജുൻ്റെ ചോദ്യം എന്തായിരിക്കും? മോക്ഷമാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ യുദ്ധം ചെയ്യുന്നത്? മോക്ഷമാണ് ലക്ഷ്യം, പിന്നെ എന്തിനാ യുദ്ധം ചെയ്യുന്നത്? നോക്കിയ ഇനി അടുത്ത എന്താ വരുന്നത്? അന്നേരം ഭഗവാൻ പറയുന്നു, ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞത്വാ മാം ശാന്തിരച്ഛതി. അന്നേരം ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാത്തിൻ്റെയും ഉടയോൻ ഞാനാണ്. എല്ലാത്തിൻ്റെയും, എല്ലാവരും എല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. എല്ലാ തപശ്ചര്യകളും എല്ലാം എനിക്ക് വേണ്ടിയായിരിക്കണം. എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരൻ ഞാനാണ്. ഞാനാണ് എല്ലാവരുടെയും സുഹൃത്ത് എന്ന് മനസ്സിലാക്കുന്നവർ മാത്രമേ എല്ലാവിധ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ അധ്യായം അങ്ങ് ഫിനിഷ് ചെയ്യണം. അന്നേരം അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ ധ്യാനത്തിലേക്കുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതായത് അകത്തുനിന്ന് ഒരു കണക്ഷൻ കിട്ടുക എന്നതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പുറമേ എല്ലാം ഉപേക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ കൂടുതൽ ധ്യാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതായത് ഭഗവാൻ പറയുന്നത് ഇപ്പോൾ ഏകദേശം അർജുന് ക്ലിയറായി, ഇനി സംശയം ഇല്ല. അതായത് ഭഗവാൻ അർജുന് മനസ്സിലായി, അകത്തുനിന്നൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള വ്യക്തി മുക്താവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്.